ഹലോ ഗായ്സ്, ഞങ്ങൾക്ക് സൺഡേ മാത്രമേ ക്ലാസ് ഉള്ളേ. പിന്നെ അല്ലാത്തപ്പോൾ എവിടെ പോകുന്നതെന്നല്ലേ ഞങ്ങൾ സസ്പെൻസ് ആക്കി വെച്ചിരുന്നായിരുന്നു കേട്ടോ. അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്കാണെങ്കിൽ സെൻഡ് ഓഫും പരിപാടിയൊക്കെയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോവാണ്. അവളവിടെ എത്തിയിട്ടുണ്ട്. ഇന്നും എനിക്ക് കിട്ടും. ഞാൻ ഇന്നും ലേറ്റാണ്. ജസ്റ്റ് നടക്കുന്നത് ഇതുപോലെ എടുക്കാമെന്ന് വെച്ച്. സ്കൂളിൽ എത്തി ഗൈസ്. ഇവിടെ ചൂടായിട്ടൊന്നുമില്ല. ഓ കണ്ടോ അവൾക്ക് പുച്ച ഇവളെ വീഡിയോ എടുത്ത് വൈറലാക്കുന്നത്. ഗൈസ്, ഇപ്രാവശ്യം ഞാനാണ് ഫുഡ് കൊണ്ടുവരാഞ്ഞത്. മേടിച്ചിട്ടുണ്ട്. എൻ്റെ കുട ഒരു ദിവസം മറന്നു വെച്ചിട്ട് പോയേ. പ്ലസ് വണ്ണിലൊരു കുട്ടിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഗൈസ്, അങ്ങനെ എൻ്റെ കുട കിട്ടിയിട്ടുണ്ട്. തടേ ഞാൻ കണ്ടില്ല. ഇതിനിടയ്ക്ക് ഒരു വിറ്റ് കിടന്നു. അവൾ ചിരിച്ചപ്പോഴാണ് മനസ്സിലായി. അവനെ വീഡിയോ പ്രതീക്ഷിക്കാതെ എടുത്തു കഴിഞ്ഞിട്ടേ അവനെ ബൈക്കിലാണ് വന്നത്. തിരിച്ച് വേറെ ആരുടെ ബൈക്കിലോട്ട് കയറിയിടെ അറിയാതെ. അതുകൊണ്ട് അവളാ തൊലി ഇതുവരെ നിർത്തിയിട്ടില്ല. ആ ചെറുക്കൻ ഇങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? അപ്പം വീഡിയോ കാട്ടാൻ നിന്നെ കൊല്ലൂടി. ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോവാണ്. ഡാൻസ് കളിച്ച് അളിഞ്ഞ് മുടിയൊക്കെ പൊക്കിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവളെ ഞാൻ സെറ്റാക്കി എടുത്ത് കഴിച്ച് അവൾ കുറേ ദിവസം കൊണ്ട് എന്തൊക്കെയാണ് തെറ്റിക്കുമായിരുന്നു. ഇന്ന് നല്ല വൃത്തിക്ക് ഞാൻ സെറ്റാക്കി റെഡിയാക്കി എടുത്ത് ഇനി ഒരിട്ടോടെ ഒന്ന് കളിച്ച് നോക്കണം. ഭയങ്കര ഇരുട്ട്. ഈ പുനലൂർ അളിഞ്ഞ വെയിലാണ്. എങ്ങനെയോ ക്രോസ് ചെയ്ത് അവളിപ്പോഴും അപ്പുറത്ത് നിൽക്കുന്നേ ഉള്ളൂ. അവൾ അപ്പുറത്ത് നിന്നേയല്ല, അവൾ അപ്പുറത്തുനിന്ന് വന്ന് വണ്ടി കയറിഞ്ഞ ഇപ്പോഴും അറിഞ്ഞത്. ഗൈസ്, അങ്ങനെ പോണമൂട്ടിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഒരാളെയും കൂടെ കാണിച്ചു തരാമേ. എക്സാം അറിയുന്നത് കോളേജിൽ വിട്ട് വന്നതേ ഉള്ളൂ. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ പുസ്തകം തുറക്കാത്തവളാ. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ പേടിച്ചിരിക്കുന്നത്. അടുത്തുള്ളൊരു ചേട്ടനാണെങ്കിലേ വണ്ടി അങ്ങോട്ടൊന്ന് എടുക്കാൻ പറഞ്ഞ് അറിയുകയും ചോദിച്ചു. എനിക്ക് പിന്നെ അറിയത്തില്ലല്ലോ. അവൾ എടുക്കാമെന്ന് പറഞ്ഞ് അവൾ ഓടിക്കുക. എൻ്റെ പുറകെ ഇരിക്കും. പേടിച്ചാണ് ഇരിക്കുന്നത്, സത്യം പറയാലോ. ഗൈസ്, ഞങ്ങളങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അവിടെ അമ്മ ഭയങ്കര വഴക്കായിരുന്നു. അവൾക്ക് സമയം കിട്ടില്ലെന്ന് എപ്പോഴും മെയിനായിട്ട് പറയുന്ന കാര്യം. അതിൻ്റെ പേരിൽ അമ്മ താഴെ ഇരുന്ന് കേട്ടോ അവളെ വഴക്ക് പറയാണ്. ഇത് സഹോദരങ്ങളെ വഴക്ക് പറയുന്ന കേൾക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ? എല്ലാവർക്കും തോന്നത്തില്ലേ? എൻ്റെ സ്നേഹമുണ്ട്. മതിയാ വിളിച്ചത്, ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.